സങ്കീർത്തനം 60:4, സാംസ് 64. സങ്കീർത്തനം 60:4 ഇങ്ങനെയാണ് വായിക്കുന്നത്: സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിൻ്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിൻ്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. ഇതിൻ്റെ മേളിൽ നമ്മൾ 60-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം നോക്കുമ്പം സംഗീത പ്രമാണിക്ക് സാക്ഷ്യസാരസം എന്ന രാഗത്തിൽ ഒരു രാഗമാണ് അഭ്യസിപ്പാനുള്ള ദാവീദിൻ്റെ ഒരു സ്വർണ്ണഗീതം. ഇതൊരു സ്വർണ്ണഗീതം, അതായത് അതിന് വിലയുണ്ട്. യോവാബ് മെസ്സൊപ്പൊത്താമ്യയിലെ അരാമ്യരോടും സോബയിലെ അരാമ്യരോടും യുദ്ധം ചെയ്ത് മടങ്ങി വന്ന ശേഷം ഉപ്പ് താഴ്വരയിൽ 10,000 ഏദോമ്യരെ സംഹരിച്ചു കളഞ്ഞ സമയത്ത് ചമച്ചത്. അപ്പോൾ യുദ്ധത്തിൻ്റെ നടുക്ക് വെച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത്. ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ചിതറിച്ചിരിക്കുന്നു, നീ കോപിച്ചിരിക്കുന്നു, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. യഥാസ്ഥാനത്തിന് വേണ്ടി നമുക്ക് സത്യത്തെ പിടിച്ചു നിൽക്കുന്ന ഒരാൾ ആവശ്യമുണ്ട്. നമ്മൾ വഴിതെറ്റിപ്പോയി യുദ്ധത്തിൽ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നതെന്നല്ല. നമുക്ക് എവിടെയോ തെറ്റു പറ്റുമ്പം നമുക്ക് ഒരാൾ മാർഗദർശനമായിട്ട് വരണം, മാർഗദർശിതരാൻ. അതായത് നമ്മുടെ ജീവിത പാതകളിൽ പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ വഴിതെറ്റിപ്പോകുമ്പോൾ ദൈവം ഒരാളെ അവിടെ നിർത്തിത്തരും. അതാണ് ഈ 60:4 ഉദ്ദേശിക്കുന്നത്. സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിൻ്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. അതിൻ്റെ അടുത്ത വാക്യം: നിൻ്റെ പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിൻ്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. പ്രിയമുള്ളവർ രക്ഷിക്കപ്പെടണം, വിടുവിക്കപ്പെടണം. അതിന് അവൻ്റെ വലം കൈ കൊണ്ട് നമുക്ക് ഉത്തരം കിട്ടിയേക്കത്തുള്ളൂ. അവൻ്റെ വലത് കൈ നമുക്ക് അനുകൂലമായില്ല എങ്കിൽ ഒന്നും ശരിയാകത്തില്ല. വലത് കൈ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണിക്കുന്നു, അവൻ്റെ ബലത്തെ കാണിക്കുന്നു. വലത് ഭാഗത്ത് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പുത്രൻ ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. കർത്താവിൻ്റെ വലത് കൈകൾ കൊണ്ട് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളോട് ദൈവം പറയുന്നത്, നീ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിന്നെ തന്നെ ഒരു കൊടിയാക്കാൻ നിനക്ക് സാധിക്കുമോ? അതായത് ഈ ജീവനുള്ള ദൈവത്തിനെ നമ്മൾ അറിയണം. 95:11 അങ്ങനെയാണ്: ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയാണ്, ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. എന്തുകൊണ്ടാണ്? ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടായാൽ ഒരിക്കലും നമുക്ക് പിന്നെ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് കാര്യം നേടാനൊക്കത്തില്ല. പരീക്ഷിക്കുന്ന ഒരു ഹൃദയം, അത് കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ ചെല്ലാൻ. നമ്മൾ പോകുന്നിടത്ത് ഈ ദൈവം എൻ്റെ കൂടെ എൻ്റെ കൊടിയായിട്ട് അവൻ നിൽക്കുന്നുണ്ടോ? നമ്മൾ ഇപ്പം നമ്മൾ സൗദി അറേബ്യയിലൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, മുത്തവ മീൻസ് അവരുടെ പ്രീസ്റ്റാണ് മുസ്ലിങ്ങൾ. അവരൊരു ചെറിയൊരു ഗ്രാമത്തിലാണെങ്കിൽ ആ മുത്തവയുടെ വീടിൻ്റെ മുകളിൽ മാത്രം പച്ച നിറത്തിലുള്ള ഒരു ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ദേശത്തിലെ ആവശ്യങ്ങൾക്കെല്ലാം അങ്ങോട്ട് ചെന്നിട്ട് അവർ ചോദിക്കും. നമ്മുടെ ചർച്ചിൻ്റെ മുകളിൽ ഒരു വലിയ കൊടി ഉയർത്തിയിട്ടുണ്ട്. ആരെങ്കിലും അവിടെ എപ്പോഴും പ്രാർത്ഥിപ്പാൻ ഇരിപ്പുണ്ടെങ്കിൽ ആളുകൾ അവിടെ വന്ന് ചോദിക്കും, ആവശ്യങ്ങൾ ചോദിക്കും. അതല്ല, അത് തുറന്ന് എന്നേക്കുമായിട്ട് ഏത് ഒരു ഭാഗം തുറന്നു വെക്കുകയാണെങ്കിൽ ആളുകൾക്ക് വന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ഉത്തരം വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള ഒരു സോളിറ്ററി പ്ലേസാണായിട്ടത് മാറും. അതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ എത്തപ്പെട്ട് നമ്മൾ ആലോചിച്ച് ചെയ്യുമ്പോൾ ദൈവം അതിനുള്ള ഉപദേശം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളോട് ദൈവം ചോദിക്കുന്നത്, നീ നിൽക്കുന്നിടത്ത് എൻ്റെ കൊടി നീ ഉയർത്തുന്നുണ്ടോ? ഉണ്ടോ? നമ്മളെ കാണുമ്പോൾ നമ്മുടെ മക്കളെ കാണുമ്പോൾ ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറയാറായിട്ടുണ്ടോ? കർത്താവേ, ആ ഒരു പദവിയിലേക്ക് ദൈവം എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് സത്യം നിമിത്തം, നിനക്ക് സത്യത്തിൻ്റെ ആത്മാവാണ് ഇവിടെ ആവശ്യം. സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിൻ്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. ഈ കൊടിയെക്കുറിച്ച് അടുത്ത ദിവസം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൊടികൾ പലത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മളൊരു കൊടിയായിട്ട്, നമ്മുടെ ഭക്തന്മാർക്ക് ദൈവം ഒരു കൊടിയായിട്ട് നിൽക്കുന്നു എങ്കിൽ, എൻ്റെ ഭവനം ദൈവത്തിന് വേണ്ടിയാണ് ഉയർത്തി നിർത്തിയിരിക്കുന്നതെങ്കിൽ എൻ്റെ വീടിൻ്റെ മുകളിൽ ഒരു കൊടിയുണ്ട്. അദൃശ്യമണ്ഡലത്തിൽ ജീവൻ്റെ ഒരു കൊടി അവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു ഭവനത്തിന് പ്രാർത്ഥനാലയം പോലെ എൻ്റെ ഭവനം പ്രാർത്ഥനാലയം, കർത്താവിൻ്റെ ആലയം പ്രാർത്ഥനാലയം. അതിൻ്റെ മുകളിൽ ഒരു കൊടിയുണ്ട്. നമ്മൾ ആരും ഒബ്ജക്റ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് വി സീ ഇറ്റ് ആസ് എ സിമ്പൽ, ഇല്ലേ? ആ കൊടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ കൊടി ഉയർത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളെ കാണുമ്പോൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് പറയാൻ തക്കവണ്ണം. അപ്പോൾ അബ്രഹാമിന്, ഇസഹാക്ക്, യാക്കോബ്, നമ്മളൊരു വാക്യം പറയുന്നത്, ഇസഹാക്ക് വിതച്ചു 100 മേനിയായിട്ട് വിളവെടുത്തു. എന്തുകൊണ്ടാണ്? അതായത് വെള്ളമില്ലാത്ത സമയത്താണ് ഇത് വിതയ്ക്കുന്നതെന്ന് ഓർക്കണം. ഇസഹാക്ക് വിതച്ചു 100 മേനി എടുത്തു.
അതൊരു കൊടിയല്ലേ സത്യത്തിൽ? ഈ കൊടിയെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും ഒരു തുണി കൊണ്ടുണ്ടാക്കിയ ഫ്ലാഗ് വെച്ചിട്ട് കൊടി അതാണെന്ന് ആകണമെന്നില്ല. കൊടി പിച്ചള കൊണ്ട് സർപ്പത്തെ ഉണ്ടാക്കി വെച്ച് ഇസ്രായേൽ ജനത എല്ലാം ചത്തി വീഴാൻ തുടങ്ങിയപ്പം ദൈവത്തോട് മറുത്ത് മത്സരബുദ്ധിയായപ്പം ചാകാൻ തുടങ്ങി. പാമ്പ് കിടന്ന് കടിച്ച് ചാകാൻ തുടങ്ങിയപ്പം അവർ കരയാൻ തുടങ്ങിയപ്പോൾ ദൈവം എന്താ പറഞ്ഞു? ഒരു പിച്ചള കൊണ്ട് സർപ്പം ഉണ്ടാക്കി പോസ്റ്റ്. അതും ഒരു കൊടിയാണ്. അതേ നോക്ക്. കാരണം അന്ന് ആത്മാവിൻ്റെ ഒരു പ്രവർത്തനവും ഇല്ല, പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാകത്തുമില്ല. പിച്ചള സർപ്പമാണ് അന്ന് പൊക്കിയത്. അതിന് പകരം ക്രിസ്തു പൊങ്ങേണ്ടിയിരിക്കുന്നു. പഴയ നിയമത്തിൻ്റെ കാലത്ത് അത് ദൈവത്തിൻ്റെ സമയമായില്ല. നമ്മൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, സത്യം നിമിത്തം ഉയർത്താൻ നീ നിൻ്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കും. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിനെ. കണ്ടാ, ആര് നിൽക്കുമെന്ന ചോദ്യം. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടേ, നിൻ്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമല്ലണം. അത് കഴിയുമ്പം പിന്നെ കർത്താവ് ഇങ്ങോട്ട് പറയും. ഇത് വളരെ ഭംഗിയുള്ളൊരു ഭാഗമാണ്. ദൈവം തൻ്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തുകൊണ്ട് ഞാൻ ആനന്ദിക്കും. ഞാൻ ശേഖേമിനെ വിഭാഗിച്ച് സൂക്കോത്ത് താഴ്വരെ അളക്കും. ഗിലെയാദ് എനിക്കുള്ളത്, മനശ്ശെ എനിക്കുള്ളത്. എഫ്രയീം എൻ്റെ തലക്കോരികയും യഹൂദ എൻ്റെ ചെങ്കോലുമാകുന്നു. മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക. ഏദോമിലേക്ക് ഞാൻ എൻ്റെ ചെരുപ്പേറി. ഇതെല്ലാം ദൈവത്തിൻ്റെ ടെറിട്ടറിയായി മാറുകയാണ്. അതായത് പഴയ നിയമത്തിൽ 12 ഗോത്രങ്ങൾക്കും 12 തരത്തിലുള്ള കൊടികളുണ്ട്. ഇവർ യുദ്ധത്തിന് വിളിക്കുമ്പം അവരവരുടെ കൊടി ഉയർത്തിയതിൻ്റെ താഴെയാണ് ഇവർ വന്ന് നിൽക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഈ ഗോത്രങ്ങളെല്ലാം ഇതിനകത്ത് വരികയാണ്. നമ്മൾ ഈ കൊടി എൻ്റെ ഗോത്രത്തിൻ്റെ കൊടിയുടെ കീഴെ പോയി ഞാൻ നിൽക്കണം. നമുക്കൊരു കൊടിയുണ്ടെന്ന് ആരറിയുന്നു? അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ദൈവത്തിന് തെറ്റുപറ്റുന്നില്ല, കർത്താവിന് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആര് കൊണ്ടുപോകും? ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ്. പിന്നെ സങ്കടം പറയുകയാണ്. ഇപ്പോൾ ദാവീദ് പലപ്പോഴും സങ്കടം പറയുന്നെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഉത്തരവും ദൈവം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചുകളെ. അവസാനം അങ്ങനെയാണ് പറയുന്നത്. അപ്പം സന്തോഷിക്കാൻ നമുക്ക് വഴിയുണ്ട്. എപ്പോഴാണെന്നറിയാമോ? സത്യം നിമിത്തം ഉയർത്തുന്നതിൻ്റെ ഭക്തന്മാർക്ക് ദൈവം ഒരു കൊടി തരണം. അത് നമ്മളായി മാറാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ചെയ്തില്ലേ ആര് ചെയ്യും? നമ്മളെ ദൈവം അറിയത്തക്കവണ്ണം നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം അറിയത്തക്ക വിധത്തിൽ. കർത്താവ് പറയുന്നത്, ഞാൻ മുന്തിരി, എന്നെ കൂടാതെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനൊക്കത്തില്ല. എത്ര പേര് ഈ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നു? കാര്യം നേടാനല്ല, യേശുവിൻ്റെ സ്നേഹത്തിൽ ഇരിക്കാൻ പഠിക്കണം. അതാണ് എഫെസ്യർ എഴുതിയ ലേഖനം ഈ 1:20 പറയുന്നുണ്ട്. അതായത് നമ്മൾ ദൈവസ്നേഹത്തിലേക്ക് കയറി വരാൻ അല്പം ബന്ധപ്പെടാതൊന്നും കിട്ടത്തില്ല. കർത്താവിനോടുള്ളൊരു തീഷ്ണത ദൈവത്തിന് നിർബന്ധമാണ്. തീഷ്ണത ഇല്ലാത്തവരെ ദൈവം നോക്കത്ത് പോലും ഇല്ല. ഏതൊരു വേദപുസ്തകത്തിൽ ഏതൊരു സ്ത്രീയും കർത്താവിൽ നിന്ന് എന്തെങ്കിലും നേടിയിട്ടുണ്ട്. അവർക്കെല്ലാം തീഷ്ണസ് ക്യാരക്ടറുണ്ട്. വൺ ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ വുമൺ അച്ചീവ്ഡ് എനിത്തിങ് ഫ്രം ഗോഡ് ഈസ് ദി വിജിലിറ്റി, അജൈൽ എന്ന് കെട്ടി പ്രാപിച്ചെടുക്കുന്നിടം വരെ. എഫെസ്യർക്കെതിരെ 1:20 ഇങ്ങനെയാണ് പറയുന്നത്, അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നത് നിങ്ങൾ അറിയണം. അങ്ങനെ നമ്മൾ ക്രിസ്തുവിലും പരിശുദ്ധാത്മാ ക്രിസ്തുവിൽ വ്യാപരിച്ച് മരിച്ചവരുടെയും ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും എല്ലാത്തിനും ഉപരിയായിട്ട് ഇരുത്തിയിരിക്കുന്നത് യേശു. എന്തുകൊണ്ടാണ്? കർത്താവ് ജയമെടുത്തതുകൊണ്ട്, ക്രൂശുമരണം എടുത്ത് ജയമെടുത്തുകൊണ്ട്. അല്ല, ചുമ്മാ അനുസരണം കാണിച്ചു. നമ്മൾ മണവാളൻ്റെയും മൂറോൻ മണം നമ്മുടെ മേലുണ്ട്. പക്ഷെ എത്ര പേർക്ക് അറിയുന്നു? എൻ്റെ ഈ വചനത്തിൻ്റെ ഒരു പ്രധാന ജോലി നമ്മളുടെ ഭവനങ്ങൾക്ക് ചുറ്റും നെഹമ്യാവ് വേലി കെട്ടുന്നത് പോലെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സഭകളിൽ നമ്മൾ എവിടെയാണ് നമ്മുടെ പ്രവർത്തനം ദൈവം അനുവദിച്ചിരിക്കുന്നത് അതിന് ചുറ്റും ഒരു വേലി കെട്ടിത്തരികയാണ്. ആ വേലി ഉറപ്പുള്ള വേലിയാണ്. കാരണം അത് ദൈവവചനത്തിൽ അധിഷ്ഠിതമാണ്, അല്ലാതെ ചുമ്മാതുണ്ടാവില്ല. കർത്താവ് നമ്മളെ ഒരു കൊടിയായിട്ട് ഉയർത്താൻ, ദൈവത്തിന് നമ്മൾ അവന് വേണ്ടി നിൽക്കുന്നവരായി മാറുമ്പം കർത്താവ് നമ്മളെ ഒരു കൊടിയായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നൊരു ദിവസമുണ്ട് എങ്കിൽ എൻ്റെ ഹൃദയം കഠിനമാക്കരുത്. എൻ്റെയും നിങ്ങളുടെയും പേർ ചൊല്ലി വിളിക്കുമ്പോൾ നമ്മൾ മക്കളാണെങ്കിൽ നമ്മളെ പേർ ചൊല്ലി വിളിക്കുമല്ലോ, അബ്ബാ പിതാവെന്ന്. ഈ പേർ ചൊല്ലി വിളിക്കുമ്പം എന്തുകൊണ്ട് നമ്മൾ കേൾക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ആത്മാവിന് ജീവൻ വെച്ചിട്ടില്ല. വിവേചിച്ചറിയാനുള്ള വിവേചനാത്മാവ് ഒരു ഗിഫ്റ്റാണത്. ഡിസേണിങ് ഓഫ് സ്പിരിറ്റ് അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗിഫ്റ്റ് അല്ലെ ഒരു വരമാണ്. ആ വരമില്ലാത്തവരങ്ങനെ മനസ്സിലാക്കും. ആരാ സമൂഹത്തിൽ വിളിച്ച് വിളി കേട്ടു, ദൈവം വിളിച്ചു വിളി കേട്ടു. നമ്മളെ എപ്പോഴും വിളിക്കുന്നുണ്ട് ദൈവം. വിളി കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ദൈവം വിളിക്കുന്നു.
നമ്മൾ തിരഞ്ഞെടുപ്പും വിളിയുള്ള മക്കളാണ്. ആദ്യ സ്നേഹം വിട്ടുകളയരുത്. തലമുറയെ അനുഗ്രഹിക്കേണ്ട മക്കളാണ്. യെശയ്യാ 59:21 പറയുന്നുണ്ട്, നമ്മൾ ജയത്തിൻ്റെ കൊടി ഉയർത്താം. 59:21, ഞാൻ നിൻ്റെ വായിൽ നിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്ന ആത്മാവ്. ഇതൊക്കെ കൊടികൾക്ക് വേണ്ടി കൊടി ഉയർത്താൻ പറയാണ്. നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവ് കണ്ടോ, പരിശുദ്ധാത്മാവ് നമ്മളല്ല, നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവ്, നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനവും നിൻ്റെ വായിൽ നിന്നും, നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും, നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ കൊടിയായി മാറട്ടെ. നമ്മൾ കർത്താവ് പറയുന്നത് ഈ ദൈവത്തോട് ഒട്ടിയിരിക്കാമെങ്കിൽ നമുക്ക് പ്രശ്നമൊക്കെ വരും, പ്രശ്നമില്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രശ്നത്തിൻ്റെ നടുക്ക് അവൻ്റെ വലിയ ശക്തി കാണും. അവിടെയാണ് നമ്മൾ ഈ ദൈവത്തെ അറിഞ്ഞേച്ച് കർത്താവ് പ്രശ്നമാണ്, അയ്യോ വിശ്വാസികൾക്കെന്നും കഷ്ടമാണെന്നൊക്കെ പറയുമ്പം നമ്മളെ തന്നെ ഒന്നുകൂടി ശോധന ചെയ്യണം, നമ്മൾ പറയുന്നത് കറക്റ്റാണോ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:8 പറയുന്നത് 7:8 ഒടുവിൽ നമ്മൾ യുദ്ധം ചെയ്യാൻ പഠിക്കണം. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സദ്ഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ. വേറെ ഒന്നും ചിന്തിക്കാൻ പറഞ്ഞു, ചിന്തിക്കുന്നതല്ലേ പറയത്തുള്ളൂ. എന്താ ചിന്തിക്കാൻ പറഞ്ഞത്? സത്യമായത്, ഘനമായത്, ഓരോന്നെടുത്ത് പറഞ്ഞാൽ തന്നെ ഒത്തിരി ഉണ്ട്. സത്യമാണോ നമ്മൾ അന്വേഷിക്കുന്നത്? എനിക്ക് ഏറ്റവും എളുപ്പം കിട്ടാവുന്ന വല്ല കാര്യം ഉണ്ടെങ്കിൽ ഞാനത് നോക്കും, മാനുഷിക സ്വഭാവം. പക്ഷേ ദൈവം പറയുന്നു സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതും ഒക്കെയും സദ്ഗുണമോ പുകഴ്ചയോ ഒക്കെയും അത് തന്നെ ചിന്തിച്ചോളൂ. അങ്ങനെ ചിന്തിക്കാമെങ്കിൽ നമ്മൾ പറയുന്നതും അതായി മാറും. അപ്പം ദൈവം നമ്മുടെ കൂടെ അങ്ങ് നിൽക്കുകയാണ്. കർത്താവിൻ്റെ കൊടികളെക്കുറിച്ച് അടുത്ത ദിവസം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതാ നിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ ഓടിക്കടന്ന് വരികയാണ്. സത്യം നിമിത്തം, അതായത് സത്യം അറിയുന്നില്ല എന്നുള്ളതാണ്. ഈ സത്യം നിമിത്തം ഒരു ജയഘോഷത്തിന് ഒരു കൊടി ഉയർത്താതെ ആളുകൾ എങ്ങനെ അറിയപ്പിച്ച? നിൻ്റെ നാമം വസിക്കുന്ന ഭവനമാണെന്നും നിന്നെ അറിയുന്ന ചേർച്ചാണെന്നും നിന്നെ അറിയുന്ന സമൂഹമാണെന്നറിയാനും നീ ഒരു കൊടി നാട്ടിയൊക്കത്തുള്ളൂ. പഴയ നിയമത്തിൽ കൊടി നാട്ടി കൊടുത്തിട്ടുണ്ടല്ലോ കർത്താവെ. കൊടികളെക്കുറിച്ച് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. നാഥൻ ഞങ്ങളുടെ കൊടിയായിട്ട് നിന്നില്ലെങ്കിൽ ദ വിക്ടറി ബിലോങ്സ് ടു ദ ലിവിങ് ഗോഡ്. യഹോവ നിസ്സി, ജയത്തിൻ്റെ കൊടി. ആ കൊടി നമ്മുടെ മുമ്പിൽ നിന്നില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിന് പോയിട്ട് ഒരു കാര്യമില്ല. ഓരോ ദിവസവും ഓരോ കാര്യത്തിനും യഹോവ നിസ്സി മുൻപിൽ പോകണം. ആ കൊടിയുടെ കീഴിൽ നിൻ്റെ ദൂതഗണങ്ങൾ ഉണ്ടായിരിക്കണം. ഞങ്ങളും തലമുറകളും അവിടെ അതിൻ്റെ കീഴിൽ വന്ന് നിൽക്കാൻ പഠിക്കണം കർത്താവേ. വേറൊരു കൊടിക്കീഴിൽ പോയി നിൽക്കാൻ വിട്ടുകൊടുക്കല്ലേ അപ്പച്ച. നിൻ്റെ മഹത്വം നീ വേറൊരാൾക്ക് കൊടുക്കുമോ? തീഷ്ണതയുള്ളൊരു ദൈവമല്ലേ കർത്താവേ. നീ ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കി ദൈവം വിളിക്കുമ്പം മറുത്ത് നിൽക്കാതെ, മറ്റുള്ളവർ പറയുന്നതിൽ കൂടുതൽ ശ്രദ്ധ വച്ചിട്ട്, മറ്റുള്ളവരുടെ ദേഷ്യം കണ്ടിട്ട് ദൈവം പറഞ്ഞത് കേൾക്കാതെ, മോശയ്ക്ക് പറ്റിയ അബദ്ധം ഞങ്ങൾക്ക് പറ്റരുത്. മോശ ഭയപ്പെട്ടു പോയി, അതിനാൽ ദൈവം പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടില്ല. അതിനാൽ മോശയ്ക്ക് ദൈവം കൊടുക്കുന്നും കാണിക്കുമെന്ന് പറഞ്ഞ കനാൻ ദേശത്ത് ദൂരെ നിന്ന് കാണാനുള്ള ഭാഗ്യമേ ഉണ്ടായിരുന്നു. ആത്മീയ ഗോളത്തിൽ ജയം കൊടുത്തു, സംശയമില്ല. പക്ഷെ ജഡീക ഗോളത്തിൽ അതൊരു എന്നും നമുക്കൊരു താക്കീതായിട്ട് നിൽക്കുക. ദൈവത്തിന് ഹിതമില്ലാത്ത ഒന്നിലും നമ്മൾ ചെന്ന് ഇടപെടാൻ ഇടയാക്കല്ല. എങ്ങനെയുള്ളത് ചെന്ന് സത്യമായതൊക്കെയും ഘനമായതൊക്കെയും രമ്യമായതൊക്കെയും സ്നേഹമായിട്ടുള്ളതും കർത്താവ് സത്കീർത്തിയായിട്ടുള്ളതും സദ്ഗുണമായതും ഒക്കെ മാത്രം ചിന്തിക്കാൻ നീ പറയുന്നു. അതൊക്കെ ചിന്തിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരും. അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചെടുത്താട്ടെ. തലമുറകളുടെ മേൽ ഇത് ചെന്ന് വ്യാപരിക്കട്ടെ. ഈ പറയുന്ന വചനം ഭൂമിയുടെ ഒരറ്റം തൊട്ട് മറ്റേടത്ത് പോയിട്ട് പ്രവർത്തിച്ച് തിരിച്ചു വരട്ടെ. പ്രാർത്ഥനയോട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.